എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ കോവിഡ് കേസസ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്? ഈസ് കോവിഡ്-19 റിയലി ബാക്ക് അഗെയിൻ? മഹാരാഷ്ട്രയിലും കേരളയിലും തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് VB1.8.1 എന്ന കോവിഡിൻ്റെ പുതിയ വേരിയൻ്റ് ആണ്. ആക്ച്വലി ഇന്ത്യയിൽ മാത്രമല്ല, ഒട്ടനവധി പല രാജ്യങ്ങളിലായിട്ട് കോവിഡ്-19 ഒരു പ്രത്യേക ഇൻക്രീസ് അല്ലെങ്കിൽ സ്പൈക്ക് കാണുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്ത്യയിൽ ഒട്ടാകെ മൊത്തം 1100 പരം കേസസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതലുള്ള കേരളത്തിലാണ്. 430-അധികം കേസസ് കേരളത്തിൽ ആക്ച്വലി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി എന്തുകൊണ്ട് ഇത് വീണ്ടും വന്നു, അല്ലെങ്കിൽ കോവിഡ്-19 വീണ്ടും ഇത്രക്ക് ഇൻക്രീസ് ഉണ്ടായത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ടും അതിൻ്റെ കാരണമെന്ന് പറയുന്നത് നമ്മുടെയൊക്കെയുള്ള ഇമ്മ്യൂണിറ്റിയിൽ വന്ന ചേഞ്ചസ് ആണ്. അതായത് ഇപ്പോൾ ഞാനടക്കം ഒരുപാട് ആളുകൾ നമ്മൾ വാക്സിൻ എടുത്തതാണ്. അപ്പോൾ കാലകാലങ്ങൾക്ക് ശേഷം ഈ വാക്സിൻ്റെ പ്രൊട്ടക്ഷൻ പവർ കുറഞ്ഞു വരികയും അതുമൂലം റീഇൻഫെക്ഷൻ ആവാനുള്ള ചാൻസസിലേക്ക് നമ്മൾ പോകും എന്നുള്ളതാണ് ഒരു മെയിനായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. പിന്നെ കോവിഡിൻ്റെ പുതിയ വേരിയൻസ് ആയിട്ടുള്ള ഈ SARS-CoV-2 എന്ന് പറയുന്ന പുത്തൻ വേരിയൻസ് ഒക്കെ ഇതിൻ്റെയൊക്കെ ഒരു മെയിൻ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ പെട്ടെന്ന് മ്യൂട്ടേറ്റ് ആയി പെട്ടെന്ന് സ്പ്രെഡ് ആവുന്ന ടൈപ്സ് ഓഫ് വേരിയൻസ് ആണ് എന്നുള്ളതാണ്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സീസണിൽ വരുന്ന ചേഞ്ചസ് അല്ലെങ്കിൽ ക്ലൈമാറ്റിക് കണ്ടീഷൻസിൽ വരുന്ന ചേഞ്ചസ്. ഇപ്പോൾ മെയിനായിട്ടും തണുത്ത കാലാവസ്ഥയാണ്, അതുകൊണ്ട് തന്നെ നല്ല ശക്തമായ രീതിയിൽ ഇത്തരം വേരിയൻസ് അല്ലെങ്കിൽ വൈറസുകളൊക്കെ സ്പ്രെഡ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ് എന്നുള്ളതാണ്. ഇനി ഇതുകൊണ്ടുള്ള പ്രശ്നം ആർക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമ്മ്യൂണിറ്റി സിസ്റ്റം വീക്കറായിട്ടുള്ള ആളുകൾക്കാണ്. അത്തരം ആളുകൾക്ക് ഇത് മേ ബി വിത്ത്സ്റ്റാൻഡ് ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരില്ല. അതുകൊണ്ടാണ് ഇതിനെ തുടർന്ന് നമ്മൾ ന്യൂസിലൊക്കെ കാണുന്നുണ്ട്, ഒരുപാട് ആളുകളൊക്കെ മരണപ്പെടുന്ന വാർത്തകളൊക്കെ നമ്മൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീക്കർ ഇമ്മ്യൂണിറ്റി സിസ്റ്റമുള്ള ആളുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള മാരക രോഗങ്ങളുള്ള ആളുകൾക്ക് ഉണ്ടെങ്കിൽ അവർക്കൊരു പ്രത്യേക സ്പെഷ്യൽ കെയർ കൊടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ അത്തരം രോഗികളിൽ കോവിഡ്-19 പോലത്തെ ഇത്തരം സിംറ്റംസ് ഒക്കെ എന്തെങ്കിലും കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കൃത്യമായിട്ട് അതുമായി ബന്ധപ്പെട്ട പരിചരണ ക്രമങ്ങൾ നടത്തുക എന്നുള്ളതാണ്.